വലിയ പ്രതീക്ഷയാണ്. ഒന്ന്, 11 വർഷത്തെ BJP ഗവൺമെൻറ് സ്വേച്ഛാധിപത്യം, മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്നു, കോർപ്പറേറ്റിൻ്റെ ദാസന്മാരായി വേല ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർ, തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കർഷകർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ എല്ലാവരും കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അതാത് മേഖലകളിൽ കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. CPIM ഒരു സ്വതന്ത്ര ശക്തിയായി രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നവ ഉദാരവൽക്കരണത്തിനെതിരെയും മതവർഗീയതക്കെതിരെയും ജാതീയതക്കെതിരെയുമുള്ള പോരാട്ടത്തിൻ്റെ നേതൃത്വമായി എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളും. അതിനുവേണ്ടി ഇന്ത്യ ഒറ്റുനോക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണിത്. വഖഫ് ബില്ലടക്കം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് ഈ സമ്മേളനം അടക്കം മാറ്റിവെച്ചുകൊണ്ടാണ് സഖാക്കളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എത്രമാത്രം ഒരു കലുഷിതമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്? അല്ല, ഈ വഖഫ് ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ വീണ്ടും BJPയും ഗവൺമെൻറ് തെളിയിച്ചിരിക്കുകയാണ്, ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ടൊന്നും മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ, മതനിരപേക്ഷതയെ പോറേൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരടി പിറകോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് സിംഗിൾ മെജോറിറ്റി ഉള്ളപ്പോൾ എങ്ങനെയാണോ ഭരിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും ഭരണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്.